കുഴപ്പമൊന്നുമില്ല. ശശിയുടെ ഒരു സഹപ്രവർത്തകനാ. പോയി. ആ കുട്ടി മേഴ്സിയുടെ സഹോദരിയ ശശികല. നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? എന്തോ എനിക്കൊന്നും അറിഞ്ഞൂട. ഒരു പക്ഷേ അയാൾ പറഞ്ഞത് സത്യമായിരിക്കും. മേഴ്സിയെ കൊന്നത് രവിയാണെന്ന് എനിക്കും വിശ്വാസമില്ല. അന്നും ഇന്നും. നീ പത്രത്തിൽ എഴുതിയതൊന്നും സത്യമല്ല ശശി. സത്യം മറ്റെന്തോ ആണ്. നിനക്കറിയാമോ, വിവാഹമോചനത്തിന്റെ കേസ് കോടതിയിൽ നടക്കുന്ന കാലത്തും മിക്കവാറും രവി എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യുമായിരുന്നു. മേഴ്സിയുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തരുതെന്നും അതിനെന്ത് ചെലവ് വന്നാലും അത് രവി തന്നുകൊള്ളാമെന്നും പറയുമായിരുന്നു. പറയുക മാത്രമല്ല, പലപ്പോഴും രവിയുടെ ഒരു ജോലിക്കാരൻ പണവുമായി ആശുപത്രിയിൽ വരുമായിരുന്നു. പക്ഷെ ഞാൻ ആ പണം ഒരിക്കലും വാങ്ങിയിട്ടില്ല. മേഴ്സി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെച്ചിരുന്നു. ഞാൻ പലപ്പോഴും മേഴ്സിയോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് രവിയുമായുള്ള പിണക്കത്തിന്റെ യഥാർത്ഥ കാരണമെന്ന്. അവൾ അതൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എപ്പോഴും പറയുമായിരുന്നു, രവിയേട്ടൻ പാവമാണെന്ന്. മേഴ്സിയുടെ അനുജത്തി ശശിയാണ് നീയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ രവി ആകെ അപ്സെറ്റാണ്. നീ വന്ന് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയൂ. വരൂ. സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. ദേവിവർമ്മയെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അവസാനമായി അയാളെ ജയിലിൽ ചെന്ന് കണ്ട ഔട്ട്സൈഡേഴ്സ് ശശികലയും ഫോട്ടോഗ്രാഫർ ചന്ദ്രനുമാണ്. അന്ന് അയാളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? ഇല്ല. ആരോടെങ്കിലും പ്രതികാരം ചെയ്യുമെന്ന് സൂചിപ്പിച്ചോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ചീഫ് എഡിറ്റർ എബ്രഹാമിന് അയാളൊരു കത്തയച്ചെന്നല്ലോ, കഥയിൽ ഒരു വില്ലനുണ്ടെന്നും മറ്റും പറഞ്ഞു. അതാരാണെന്ന് പറഞ്ഞോ? ഇല്ല. എന്തെങ്കിലും ഒരു സൂചന തരാൻ കഴിയുമോ? അന്നാകെ 2 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ശരിക്കും ഉത്തരം പറഞ്ഞതുമില്ല. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജയിലിൽ നിന്ന് കളക്ട് ചെയ്തതാ. കുറച്ചൊക്കെ എന്റെ ഭാവന സൃഷ്ടിയാണ്. ഓക്കെ, താങ്ക്സ്. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും. ഓക്കെ. വന്നത് പോലീസായിരുന്നു അല്ലേ? പോയി. എന്താ എന്നെ കാട്ടിക്കൊടുക്കായിരുന്നത്? ഇന്നൊരു മൂടില്ല, അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വിചാരിച്ചു. അല്ലേടി? ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ പോയി കഞ്ഞി കൊണ്ടുവരാം.
ഞാൻ പൊയ്ക്കോട്ടെ? എങ്ങോട്ട്? രവിയേട്ടൻ എവിടെയും പോയാൽ ഞാൻ സമ്മതിക്കില്ല. എത്ര നാൾ നീ എന്നെ ഇങ്ങനെ വിളിച്ച് താമസിപ്പിക്കും? വേണ്ട ശശി, പോകാൻ വൈകും തോറും എന്റെ ജോലി കൂടുതൽ പ്രയാസമുള്ളതായിത്തീരും. ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും അപകടമാണ്. അതൊന്നും സാരമില്ല, ഒരു അപകടം വരില്ല. എന്താ ശശി ഇത് കൊച്ചുകുട്ടികളെ പോലെ? പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ്. എന്താ തീർക്കാനുള്ള ജോലി? ആ കഥകളൊക്കെ നീ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്ക് ഇനി ശക്തിയില്ല, തെളിവില്ല, സാക്ഷികളില്ല. എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷിമൊഴി ആര് വിശ്വസിക്കാൻ? ഒരു കോടതി വിശ്വസിച്ചില്ലെങ്കിലും രവിയേട്ടന്റെ മനസാക്ഷിയെ എനിക്ക് വിശ്വാസമാണ്. ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവിയേട്ടനെ വിശ്വസിച്ചില്ലേ? എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ? എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. ഭാരിച്ച സ്വത്തുക്കൾ, കൂട്ടുകാർ, നിയന്ത്രിക്കാൻ ആരുമില്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല. അതിലവസാനത്തെ ആളായിരുന്നു മേഴ്സി. മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത്, എന്റെ ഹൃദയത്തിലേക്കായിരുന്നു. ശശി എന്നെക്കുറിച്ച് പത്രത്തിൽ എഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായി എത്തുന്നവരെ ശരിയാണ്. സെപ്റ്റംബർ 5-ാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിലെത്തുന്നത്. നല്ലൊരു ആർട്ടിസ്റ്റും വിഷ്വലൈസുമായിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല. സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ അന്ന് എനിക്ക് വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാൻ എത്തുമായിരുന്നു. മിസ്റ്റർ അജിത്. അജിത്തോ? അതെ, ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ് ഫോട്ടോഗ്രാഫർ. അവനായിരുന്നു അന്ന് മേഴ്സിയുടെ ഫോട്ടോകൾ എടുത്തിരുന്നത്. Right? Sit down. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ആ മുടി കുറച്ചുകൂടെ വിതിർത്തിയിട്ട്. ചിന്താ. ആ തിരിഞ്ഞു 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 കുറച്ചാണ് തിരി തിരിച്ചാൽ കൂടെ തിരി. ആ ഞാൻ കുറച്ചുകൂടെ പുറകോട്ട് അനക്കിന് കൊന്നൂടെ കുറച്ച് കുഞ്ഞു അത്. ആ Look at me. എങ്ങനെയുണ്ട്? കൊച്ചു കൊള്ളാമല്ലോ ആശാനെ. അതുകൊള്ള ഒരു മാസമായിട്ടെന്ന് എനിക്കിത് ഇപ്പോഴാണ് തോന്നുന്നത്. നല്ല മുടി, കരിങ്കൂവള കണ്ണുകൾ, നീണ്ട മൂക്ക്, ചുംബിക്കാൻ വേണ്ടി മാത്രം, ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുംബി. ഇത്രയൊക്കെ കറക്റ്റായ സ്ഥിതിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത്. ദൈവമേ, എനിക്കായിരിക്കണേ. ഏതായാലും തനിക്കല്ല. എന്താ ഇത്ര ഉറപ്പ്? സത്യം പറയാം ആശാനെ. ആശാ ഒപ്പ് നോക്കിയോ? കണ്ടോ ആ ചിരി കണ്ടോ? ആശാ നോക്കി, എനിക്ക് ഉറപ്പാ. എങ്ങനെയാണ്? ഒന്ന് പോടോ, എനിക്കതാണോ ഇവിടെ പണി. റൈറ്റ്സ് ഓൺ. കുറച്ച് ലെഫ്റ്റ്, കുറച്ചുകൂടെ റൈറ്റ്, കുറച്ചുകൂടെ. പറഞ്ഞാലും കേൾക്കത്തില്ല. ഇങ്ങനെ. അജിത് പ്ലീസ്, എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഓ, ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കില്ല മോഡലിംഗ് നടക്കത്തില്ല. കുറച്ച് ഓക്കെ ഫൈൻ. ഏയ്, ഇനി ഡ്രസ്സും ചേഞ്ച് ചെയ്യണം. ഇനി മോഡേൺ ഡ്രസ്, സ്വല്പ സെക്സി ആയിരുന്നു. അതായത് സുന്ദരിയായ ഒരു യുവതി
കയ്യിൽ റോസാ പുഷ്പവുമായി ഇങ്ങനെ നിൽക്കുന്നു. എന്റെ മൃദുലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് സാക്സോസ് കോൾഡ് ക്രീം. സാർ ലൈറ്റ്സ് ഓഫ് ചെയ്യട്ടെ. താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണോ? എയർപോർട്ടിൽ പോകണ്ടേ? മണി 11 കഴിഞ്ഞ് രവികുമാരില്ലേ? കമാൻ ഹറി അപ്പ് ക്വിക്ക്. സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ രാവിലെ? രാവിലെ തന്നെ മിസ്റ്റർ വർമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പോവുക. ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു ഡിസൈൻ വേണം. അല്ലെങ്കിൽ ഇത് വേറെ. ഇന്ന് രാവിലെ ആ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത്. നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ? ഇന്ത്യ വൈഡായിട്ട് ഒരു ഡിസൈൻ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. പക്ഷെ ഇന്ന് 5 മണിക്ക് മുമ്പ് സാധനം കിട്ടണം. അല്ലെ സ്പേസ് വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. സാർ എന്തായി പറയുന്നേ? നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. മേഴ്സി മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അജിത്തിനെ കിട്ടണ്ടേ? അയാളാണെങ്കിൽ സ്ഥലത്തില്ല. അയ്യോ, എനിക്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല. ഞാൻ എടുക്കാം. എന്നാലും 5 മണിക്ക് മുമ്പെന്ന് പറയുമ്പോ ഇപ്പൊ തന്നെ 10 മണിയായി. ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോ ഇനി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ഓക്കെ സർ, താങ്ക്സ്. എന്താടോ ഇത്? മണി 10 ആയല്ലോ. 9 മണിയാണ് ഓഫീസ് ടൈം. അത് ഇത്രയും കാര്യമായിട്ട് അറിയില്ലേ? പോയി ഡ്രസ് ചെയ്യ്. സാർ, എന്താ? എനിക്ക് ഇന്നു മുതൽ 2 ദിവസത്തെ ലീവ് വേണം. ഓ, അപ്പച്ചന് സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് രൂപയും. അത്യാവശ്യമായിട്ടൊരു ജോലി വന്നപ്പോ എല്ലാവർക്കും ലീവായി ടെലിഗ്രാമായി. എത്ര മണിക്കാ തന്നെ ട്രെയിൻ? 11-ന്. അത് കഴിഞ്ഞോ? 1:30-ക്ക്. 1:30 ട്രെയിന് പോയാൽ മതി. പോകാൻ ചേഞ്ച് ഡ്രസ്. പറഞ്ഞത് കേട്ടില്ലേ? മഞ്ഞ സാരിയിൽ ചുവന്ന ബോർഡർ. ചെല്ല്. ആ പയ്യോട് ലൈറ്റ് അപ്പ് ചെയ്ത് വെക്കാൻ പറ. ഇത് എവിടെ നോക്കിയാണോ ആ മേക്കപ്പ് ചെയ്യുന്നത്? ഈ സ്റ്റുഡിയോയുടെ കാര്യം മുഴുവൻ എന്റെ മുഖത്തുണ്ടല്ലോ. തോമസേ, ഒരു അജബേ. ലൈറ്റ് വെച്ച് നോക്കി. മതി മതി. ജനറേറ്ററിലോ? ഉണ്ട്. ചെന്ന് ഓൺ ചെയ്തോ. കറണ്ട് പോകാൻ കണ്ടൊരു സമയം.